ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഗ്നോ പോയിൻറ്റേഴ്സ്. ഇന്നത്തെ ഇഗ്നോ പോയിൻറ്റേഴ്സ് വീഡിയോയിൽ പ്രോഗ്രാം ഡിക്കോഡ് സെഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിക്കോഡ് ചെയ്യുന്ന കോഴ്സ് BCA കോഴ്സാണ്, അഥവാ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ IT അഥവാ കമ്പ്യൂട്ടർ ഡാറ്റ അനാലിസിസ് ഒക്കെ ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ജോബ്സ് അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ജോബ്സിലേക്കൊക്കെ ഒരു എൻട്രി തരാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോഴ്സുകളിലൊന്നാണ് BCA കോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ BCA MCA ക്കൊക്കെ ഒരുപാട് ലേണേഴ്സ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇന്നത്തെ പ്രോഗ്രാം ഡിക്കോഡ് സെഷനിൽ നമുക്ക് BCA കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടിംഗ് മേഖലയിലേക്കുള്ള ഒരു എൻട്രി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ കമ്പ്യൂട്ടിംഗ് IT മേഖലയിലൊക്കെ ഒരു കരിയർ കെട്ടിപ്പടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ കോഴ്സ് ഉപകരിക്കുന്നതാണ്. ഇഗ്നോയിൽ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസസിൻ്റെ കീഴിലാണ് ഈ BCA കോഴ്സ് നടത്തുന്നത്. അപ്പോൾ BCA കോഴ്സിൻ്റെ അഥവാ BCA പ്രോഗ്രാമിൻ്റെ കോഡ് എന്ന് പറയുന്നത് BCA ന്യൂ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ കോഴ്സിലേക്ക് ആർക്കൊക്കെ ജോയിൻ ചെയ്യാം? അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളൊരു +2 ക്വാളിഫിക്കേഷനുള്ള ഒരാളാണ്, ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ്, ഓർ ഇറ്റ് പാസ് ഇൻ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഓർ ഇക്വാലൻറ്റ്. ഈ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ, അതായത് ബേസിക്കായിട്ട് നിങ്ങൾക്കൊരു +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ BCA കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആൻഡ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അതായത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നത് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എക്സാംസിന് അപ്പിയർ ചെയ്യേണ്ടതും ഇംഗ്ലീഷിലായിരിക്കും. ഇനി പ്രോഗ്രാം ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഓരോ സെമസ്റ്ററിലും നമുക്ക് പഠിക്കേണ്ട കോഴ്സ് ഏതാണ്, അതായത് ഓരോ സെമസ്റ്ററിലും പഠിക്കേണ്ട സബ്ജക്ട്സ് ഏതൊക്കെയാണ്, ആ സബ്ജക്റ്റിൻ്റെ കോഡും ആ സബ്ജക്റ്റ് അഥവാ ആ പേപ്പറിൻ്റെ പേരെന്താണ്, ആ പേപ്പറിൻ്റെ നേച്ചർ എന്താണ്, അതേപോലെ തന്നെ ഓരോ പേപ്പറിന് വരുന്ന ക്രെഡിറ്റ്സ് എത്രയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ടേബിളിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു BCA പോലത്തെ ഒരു കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് IT അഥവാ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് ആകുമ്പോൾ തന്നെ നമുക്കിവിടെ തിയറി പേപ്പേഴ്സ് മാത്രമല്ലുള്ളത്, കുറച്ച് പ്രാക്ടിക്കൽ എലമെൻസും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില കോഴ്സസ് പ്രാക്ടിക്കലായിരിക്കും, ചിലത് തിയറി പേപ്പേഴ്സ് ആയിരിക്കും. ഇനി നമ്മൾ പഠിക്കുന്ന പേപ്പേഴ്സിൽ തന്നെ നമുക്കറിയാം, നമ്മൾ +2 കഴിഞ്ഞ് ഏതൊരു ഡിഗ്രിക്ക് ഏതൊരു കോളേജിൽ ചേർന്ന് കഴിഞ്ഞാലും നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന സബ്ജക്റ്റാണല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ BA ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഹിസ്റ്ററിയാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ BCA എടുത്തു കഴിയുമ്പോൾ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കോറായിട്ടുള്ള പേപ്പേഴ്സ് നമുക്കുണ്ടായിരിക്കും. അതായത് നമ്മുടെ ഡിസിപ്ലിൻ കമ്പ്യൂട്ടറാണ്, BCA ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അതേസമയം നമ്മളൊരു ഡിഗ്രിക്ക് പോകുമ്പോഴും നമ്മൾ ലാംഗ്വേജ് പേപ്പേഴ്സ് പഠിക്കേണ്ടി വരും. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ പഠിക്കേണ്ടി വരും, അതല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു ലേണറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹിന്ദി ഓർ ഇംഗ്ലീഷ് വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എടുത്താൽ മതിയാവും. ഇനി ഹിന്ദി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഹിന്ദി എടുക്കാം. ഓക്കെ, അതിനുശേഷം അതേപോലെ തന്നെ നമുക്ക് വരുന്ന അവയർനെസ് ബിൽഡ് ചെയ്യുന്ന കുറേ കോഴ്സസ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും എല്ലാ ഡിഗ്രിക്കാർക്കും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് പോലത്തെ പേപ്പർ പഠിക്കും. അതേപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് എത്ര വിവരം ഉണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാനും ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെയുള്ള സ്കിൽസ് വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പോലെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ്, വൊക്കേഷണൽ സ്കിൽസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന കോഴ്സസും നമ്മുടെ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിരിക്കും. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന കോഴ്സ് BCA ആണ്, അതായത് കമ്പ്യൂട്ടർ സ്പെസിഫിക് ആയിട്ട് മേഖലയെക്കുറിച്ച് നമ്മൾ ഒരുപാട് മെയിൻ പേപ്പേഴ്സ്, കോർ പേപ്പേഴ്സ്, ഡിസിപ്ലിൻ സ്പെസിഫിക് പേപ്പേഴ്സ് പഠിക്കുന്നതിനോടൊപ്പം മറ്റ് പലതരത്തിലുള്ള കോഴ്സസ് നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുന്ന കോഴ്സസിന് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ്, കമ്പൽസറി വൊക്കേഷണൽ കോഴ്സസ്, ആ രീതിയിലൊക്കെയാണ് ആ പേപ്പേഴ്സിൻ്റെ നേച്ചറിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുക. അതാണ് നേച്ചർ ഓഫ് ദി കോഴ്സ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു കോളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അതിനെക്കുറിച്ച് ബോദർ ചെയ്യേണ്ട, നമുക്ക് ഓരോ സെമസ്റ്ററിലും പഠിക്കാനുള്ള പേപ്പേഴ്സ് ഏതാണ്, അതിൻ്റെ പേരെന്താണ്, കോഡ് എന്താണ്, ക്രെഡിറ്റ് എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിപ്പോവാം. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് പഠിക്കണം, ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് പഠിക്കണം, കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് PC സോഫ്റ്റ്വെയർ പഠിക്കണം. കണ്ടോ, അതൊക്കെ നമ്മുടെ കോർ പേപ്പേഴ്സാണ്. ഇനി കമ്പ്യൂട്ടർ ബേസിക് ആൻഡ് PC സോഫ്റ്റ്വെയർ ലാബ് ഉണ്ടായിരിക്കും നമുക്ക്. അതേപോലെ തന്നെ ബേസിക് മാത്തമാറ്റിക്സ്, അതൊരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്. എഗെയിൻ സെക്കൻഡ് സെമസ്റ്റർ വരുമ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, വിൻഡോസ് ആൻഡ് ലിനക്സ് ലാബ് ഉണ്ടായിരിക്കും. പ്രോഗ്രാമിംഗ് ഇൻ C ആൻഡ് പൈത്തൺ ലാബ് ഉണ്ടായിരിക്കും. ആൻഡ് തേർഡ് സെമസ്റ്റർ വരുമ്പോൾ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ആൽഗോറിതംസ് ലാബ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, പ്രോഗ്രാം ഇൻ C++, അതേപോലെ തന്നെ DBMS ആൻഡ് C++ ലാബ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, ഇത്രയും കാര്യങ്ങളായിരിക്കും തേർഡ് സെമസ്റ്ററിൽ പഠിക്കുക. ഇനി ഫോർത്ത് സെമസ്റ്റർ വരുമ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ, അതേപോലെ തന്നെ അതിൻ്റെ ലാബ് വരുന്ന ഒരു കോഴ്സുണ്ട്, വെബ് പ്രോഗ്രാമിംഗ് ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് ലാബ്, പിന്നെ ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നീ കോഴ്സുകളാണ് വരിക. എഗെയിൻ ഫിഫ്ത്ത് സെമസ്റ്റർ വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഇൻട്രൊഡക്ഷൻ ടു ആൽഗോറിതം ഡിസൈൻ, അതിൻ്റെ ലാബ്, പിന്നെ കൊമേഴ്സ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റ അനാലിസിസ് മേഖലകളിലായിരിക്കും നമ്മുടെ സബ്ജക്ട്സ് ഉണ്ടായിരിക്കുക. ഇനി
സിക്സ്ത് സെമസ്റ്റർ വരുമ്പോൾ എൻ്റർപ്രണർഷിപ്പ് ഡിജിറ്റൽ ഫോറൻസിക്, അതിനോടൊപ്പം തന്നെ BCSP 165 എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് കോഴ്സും കൂടി നമുക്കുണ്ടായിരിക്കും. അങ്ങനെ വിവിധ സെമസ്റ്ററുകളിലായിട്ട് നമ്മൾ ഈ കോഴ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു BCA ഡിഗ്രി അവാർഡ് ചെയ്യപ്പെടുക. അപ്പോൾ ഈ ഓരോ കോഴ്സിനും എത്ര ക്രെഡിറ്റ് ആണ് വരുന്നത്, ഓരോ സെമസ്റ്ററിലും എത്ര ക്രെഡിറ്റ് ആണ് വരുന്നത്, അതേപോലെ തന്നെ നമ്മൾ ടോട്ടൽ പ്രാക്ടിക്കൽസ് ഓരോ സെമസ്റ്ററിലും എത്രയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ കൂടി പോവുക. സോ ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ഡൗൺ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് വായിച്ച് പോകാവുന്നതാണ്. അപ്പോൾ പ്രാക്ടിക്കൽ അവേഴ്സ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 60 അവേഴ്സ് ആയിരിക്കും ആദ്യം, പിന്നെ എല്ലാം 120 അവേഴ്സിനാണ് പ്രാക്ടിക്കൽസ് ഓരോ സെമസ്റ്ററിലും വരുന്നത്. ലാസ്റ്റ് സെമസ്റ്ററിൽ 0 അവേഴ്സാണ്, അതായത് അവിടെ അങ്ങനത്തെ കോമ്പണൻറ്റ് വരുന്നില്ല. നമ്മുടെ ലാസ്റ്റിന് തൊട്ട് മുന്നേയുള്ള സെമസ്റ്ററോട് കൂടി, അതായത് 5th സെമസ്റ്ററോട് കൂടി പ്രാക്ടിക്കൽ കോമ്പണൻസ് എല്ലാം തീരുന്നതാണ്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് BCA കോഴ്സിനെ കുറിച്ച് പറയാനുള്ള കാര്യം. ആൻഡ് ഇതിൻ്റെ ഫീസ് അറൗണ്ട് ഒരു 49,800 അടുത്താണ് വരുന്നത്. സോ ഇഗ്നോയിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ഫീസുള്ളൊരു കോഴ്സാണ്, എങ്കിൽ പോലും ബാക്കി യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ പോയി പഠിക്കുന്നതിനും വളരെ കുറഞ്ഞ ഫീസാണ് ഇഗ്നോയിൽ ചാർജ് ചെയ്യുന്നത്. ഇഗ്നോയുടെ ബുക്സൊക്കെ വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ബുക്സാണ്, അതുകൊണ്ട് തന്നെ നമുക്കത് വായിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ കോമ്പണൻസ് എല്ലാം, അതായത് ഈ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു BCA ആയിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ലേണറായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ സാധിക്കുകയും ചെയ്യും. സോ അതേപോലെ തന്നെ ഇഗ്നോയിൽ MCA കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോയിൽ ഒരുപാട് ഇങ്ങനെ കമ്പ്യൂട്ടർ അലൈൻഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്, എസ്പെഷ്യലി PG തലത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് അത് ഏതെങ്കിലും കോഴ്സസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കോഴ്സിൻ്റെ പ്രോഗ്രാം ഡീകോഡും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി മറ്റേതെങ്കിലും ഇഗ്നോയിലെ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ട്, അഥവാ ഏതെങ്കിലും പ്രോഗ്രാമിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, ഡീകോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഇനി കോഴ്സ് സ്പെസിഫിക് ആയിട്ടോ അഥവാ നിങ്ങളുടെ ഇഗ്നോയിലെ പ്രൊസീജിയർ, അഡ്മിഷൻ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ട്, അത് നമ്മളോട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 95 62 63 64 69 എന്ന നമ്പറിലേക്ക് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഒരു 24 hours നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ റിപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങളുടെ മറ്റ് ഇഗ്നോ ഫ്രണ്ട്സിലേക്കും അഥവാ ഇഗ്നോയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇഗ്നോയായിട്ട് ബന്ധപ്പെട്ട് സംശയമുള്ള ആളുകളിലേക്കും ഈ ചാനൽ ഷെയർ ചെയ്യുക, സോ ദാറ്റ് വി ക്യാൻ റീച്ച് മാക്സിമം നമ്പർ ഓഫ് ഇഗ്നോ ലേണേഴ്സ്. Have a happy learning experience, and without further delay take your admission in this admission session itself. Stay tuned for more updates from Igno Pointers channel. Subscribe to our channel. Thank you.